എല്ലാവർക്കും നമസ്കാരം. ഇൻഫോ മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സുകാരുടെ യൂണിറ്റ് 5 ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദി സ്കൂൾ ഫോർ സിമ്പത്തി എന്നുള്ളത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ ഈ ചാപ്റ്റേഴ്സ്, ഈ ഒരു യൂണിറ്റിലെ എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് തീർക്കുക എന്നുള്ളതാണ്. അതിനുശേഷം സമയം പോലെ നോട്ട്സുകൾ തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് ദിവസം വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റ് ക്ലാസ്സുകാർക്കും കുറച്ച് ചാപ്റ്റേഴ്സ് പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഇതുപോലെ പാഠഭാഗങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഇപ്പോൾ ഞാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം ഞാൻ സമയം പോലെ എല്ലാവർക്കും നോട്ട്സ് തരാനായിട്ട് ശ്രമിക്കാം. അതുപോലെ വെക്കേഷൻ നിങ്ങൾ ഗ്രാമർ ക്ലാസ്സുകൾ ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു ഇഫ് ക്ലോസ് എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവരെ ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒട്ടും വൈകണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ദി സ്കൂൾ ഫോർ സിമ്പത്തി. എന്താണ് സിമ്പതി? നമുക്ക് ഒരാളോട് തോന്നുന്ന എന്താണ് സിമ്പതി തോന്നുക? നമുക്ക് അയാളോട് തോന്നുന്ന ഒരു ദയനീയ അവസ്ഥ അല്ലേ? ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? സ്കൂൾസ് ആർ സെന്റേഴ്സ് ഓഫ് ലേണിംഗ് വെയർ വി അക്വയർ നോളജ് ആൻഡ് ഷെയർ അവർ എക്സ്പീരിയൻസസ്. Let us visit a school and find out how students learn and share their experiences. എന്താണ്? സ്കൂൾസ് ആർ സെൻറ്റേഴ്സ് ഓഫ് ലേണിംഗ്. സ്കൂളുകൾ എന്ന് പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. വെയർ വി അക്വയർ നോളജ് ആൻഡ് ഷെയർ അവർ എക്സ്പീരിയൻസസ് അല്ലേ? അവിടെ നിന്നും, സ്കൂളിൽ നിന്നും നമ്മൾ എന്ത് നേടിയെടുക്കുന്നു? അറിവ്, നോളജ് നേടിയെടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്തും ചെയ്യുന്നുണ്ട്? നമ്മുടെ പല എക്സ്പീരിയൻസസ് നമ്മളവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. Let us visit a school and find out how students learn and share their experience. അപ്പം നമ്മളിനി ഇവിടെ ഒരു സ്കൂൾ കാണുവാണ്. അതിൽ നമ്മൾ എന്താ നോക്കുന്നത്? നമ്മൾ ആ സ്കൂളിൽ നമ്മളൊന്ന് വിസിറ്റ് ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെയാണ് കുട്ടികൾ അവിടെ നിന്ന് പഠിക്കുന്നതെന്നും അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്നതെന്നുമാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നോക്കുന്നത്. അപ്പോൾ എഴുതിയിരിക്കുന്നത് ആരാണ്? എഡ്വേർഡ് വെറാൽ ലൂക്കസ് ആണ് ഇത് എഴുതിയിരിക്കുന്നത്. വാസ് എ ഫേമസ് ഇംഗ്ലീഷ് ഹ്യൂമറിസ്റ്റ്, എസേയിസ്റ്റ്, പ്ലേ റൈറ്റ്, ബയോഗ്രഫർ, പബ്ലിഷർ, പോയറ്റ്, നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് എഡിറ്റർ. അദ്ദേഹം ആരൊക്കെ ആയിരുന്നു എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു കോളം നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ ഒരു പാഠം പഠിക്കുമ്പോൾ ആ പാഠത്തിൻ്റെ പേരും എഴുതിയ ആളുടെ പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ഐ ഹാഡ് ഹേർഡ് എ ലോട്ട് അബൌട്ട് മിസ് ബീം സ്കൂൾ ബട്ട് ഐ ഡിഡ് നോട്ട് ഗെറ്റ് ദി ചാൻസ് ടു വിസിറ്റ് ഇറ്റ് ടിൽ ലാസ്റ്റ് വീക്ക്. അപ്പോൾ ആരുടെ സ്കൂളാണ് എന്ന് ആദ്യം തന്നെ തന്നിട്ടുണ്ട്. മിസ് ബീം. മിസ് ബീം എന്ന് പറയുന്ന ആ ഒരു മാഡത്തിൻ്റെ സ്കൂള്. ആ സ്കൂളിനെ പറ്റി ഈ പറയുന്ന ആൾ അതാരായിരിക്കാം? നമ്മുടെ കഥാകാരൻ. അദ്ദേഹം ഒരുപാട് കേട്ടിട്ടുണ്ട്. ബട്ട് ഐ ഡിഡ് നോട്ട് ഗെറ്റ് എ ചാൻസ് ടു വിസിറ്റ് ഇറ്റ് ടിൽ ലാസ്റ്റ് വീക്ക്. പക്ഷേ അതൊന്ന് വിസിറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കഴിഞ്ഞ ആഴ്ച വരെയും കിട്ടിയിരുന്നില്ല. അപ്പോൾ എന്താണ്? കഴിഞ്ഞ ആഴ്ച അത് വിസിറ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് കിട്ടി. ഇദ്ദേഹം വിസിറ്റ് ചെയ്യുന്നു. എങ്ങനെ? when I arrived at the school, I saw a girl of about 12 with her eyes covered with a bandage being led carefully between the flower buds by a little boy of 8. She stopped and asked who it was and had come in, and he seemed to be describing me to her. Then they passed on. ഒരു പ്രാവശ്യം ഒന്നും വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ല. അപ്പം നിങ്ങൾ ആദ്യമേ, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ഒരു പാഠം വായിച്ച് നോക്കണം കേട്ടോ. 1-2 പ്രാവശ്യം വായിച്ച് നോക്കണം. നിങ്ങളുടേതായ എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷം വീഡിയോ കണ്ടാൽ മതി കേട്ടോ. വെൻ ഐ അറൈവ്ഡ് അറ്റ് ദി സ്കൂൾ. അറൈവ് ചെയ്യുന്നു, ഞാൻ ആ സ്കൂളിൽ എന്ത് ചെയ്തു? എത്തിച്ചേർന്നപ്പോൾ ഐ സോ എ ഗേൾ ഓഫ് അബൌട്ട് 12. അദ്ദേഹം ആരെയാണ് ആദ്യം കാണുന്നത്? ഒരു പെൺകുട്ടി. എത്ര വയസ്സ് വരും? ഏകദേശം 12 വയസ്സ് വരും. വിത്ത് ഹർ ഐസ് കവേർഡ് വിത്ത് എ ബാൻഡേജ്. അവരുടെ കണ്ണെങ്ങനെയാണ്? എന്തോ ഒരു തുണി കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട്. ലെഡ് കെയർഫുള്ളി ബിറ്റ്വീൻ ദി ഫ്ലവർ ബഡ്സ് ബൈ എ ലിറ്റിൽ ബോയ് ഓഫ് 8. അപ്പോൾ അവരെ ആ ചെടികൾക്കിടയിലൂടെ സൂക്ഷിച്ച് ആരോ ഒരാൾ പിടിച്ചുകൊണ്ട് വരുന്നു, നടത്തിക്കൊണ്ട് വരുന്നു. അതാരാണ്? ഒരു ബോയ് ആണ്. എത്ര വയസ്സ് പ്രായമുണ്ട്? 8 വയസ്സ്. ഷീ സ്റ്റോപ്ഡ് ആൻഡ് ആസ്ക്ഡ് ഹൂ ഇറ്റ് വാസ് ദാറ്റ് ഹാഡ് കം ഇൻ ആൻഡ് ഹി സീംഡ് ടു ബി ഡിസ്ക്രൈബിങ് മീ ടു ഹെർ. ഇനി അവളവിടെ നിന്ന്, അവരിങ്ങനെ വരുന്ന സമയത്ത് ഒരാൾ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അദ്ദേഹത്തിൻ്റെ കാലടി സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ആ കുട്ടി എന്ത് ചോദിക്കുന്നു? ആരാ കയറി വരുന്നത് എന്ന് ആൺകുട്ടിയോട് ചോദിക്കുന്നു. അപ്പോൾ അവൻ ഏകദേശം അദ്ദേഹത്തെ പറ്റി, എന്നെപ്പറ്റി പറയുന്നത് പോലെ എനിക്ക് തോന്നി. Then they passed on. അതിനുശേഷം അവരങ്ങ് നടന്നു പോയി. മിസ് ബീം വാസ് all that I had expected. Middle-aged, authoritative, kind and understanding. Her hair was beginning to turn grey and her round figure was likely to be comforting to a homesick child. എന്താണ് ഇനി പറയുന്നത്?
ആരുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്, ആരുടെ ഒരു അപ്പിയറൻസ് ആണ് പറയുന്നത്? നമ്മുടെ മിസ് ബീം എന്ന് പറയുന്ന ക്യാരക്ടർ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം, അത് വിട്ടുപോകരുത്. മിസ് ബീം വാസ് ഓൾ ദാറ്റ് ഐ ഹാഡ് എക്സ്പെക്റ്റഡ്. മിസ് ബീം എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആയിരുന്നു. മിഡിൽ ഏജ്ഡ് ആയിരുന്നു, മധ്യവയസ്സായിരുന്നു. അതോറിറ്റേറ്റീവ്, എന്താണ് നമ്മളൊരു സ്ഥാപനം നടത്തുന്നു, അതിൻ്റെ നല്ല രീതിയിൽ നടത്താനുള്ള എല്ലാ കരുത്തുമുള്ള ആളാണ്. ഒരാളത്തെ ആജ്ഞാപിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ എല്ലാ ഉത്തരവാദിത്തോടെ നടത്തുകൊണ്ട് പോകണം, അതിനൊക്കെ ഉള്ളൊരു കഴിവുള്ള ഒരു ലേഡിയാണ് മിസ് ബി. കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, വളരെ കൈൻഡാണ്. കൈൻഡ് എന്ന് വെച്ചാൽ എന്താ, വളരെ ദയുള്ള ആളാണ്. അണ്ടർസ്റ്റാൻഡിങ് ആണ്, കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്താണ് നമ്മൾ സാഹചര്യം മനസ്സിലാക്കാൻ കഴിവുള്ളൊരു ലേഡി. ഹെയർ വാസ് ബിഗിനിങ് ടു ടേൺ ഗ്രേ, അവരുടെ മുടി ഏകദേശം നരച്ചു തുടങ്ങി. ആൻഡ് ഹെർ റൗണ്ട് ഫിഗർ വാസ് ലൈക്ലി ടു ബി കംഫർട്ടിങ് ടു എ ഹോം സിക്ക് ചൈൽഡ്. അവരെങ്ങനെയാണ്, വളരെ ഉരുണ്ട ശരീരപ്രകൃതിയുമാണ്. അപ്പോൾ ഹോം സിക്ക് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് തോന്നും? ഹോം സിക്ക് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളുടെ വീട് എന്നുള്ള ചിന്ത അല്ലേ? അങ്ങനെയുള്ള കുറേ കുട്ടികളില്ലേ, നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കില്ല, അമ്മയുടെ അടുത്ത് നിന്ന് മാറില്ല, അമ്മയെ പിടിച്ചേ ഇരിക്കും, അമ്മയുടെ കൂടെ കിടന്ന് ഉറങ്ങും, അങ്ങനെയുള്ള കുട്ടികളില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ തന്നെ നമ്മൾ കൊണ്ട് ചെന്ന് ആക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കുറേ കുട്ടികളിൽ നിന്ന് കരയുന്ന, അമ്മ പോവല്ലേ എന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു അമ്മയെ പോലെ തോന്നുന്ന ഒരു ഫിഗറാണ് അവരുടേത്. We chatted for a while, and when I asked her some questions about her teaching methods, which I had heard were simple, she said. ഇനി എന്താണ്? We chatted for a while, ഞങ്ങൾ കുറച്ച് സമയം സംസാരിച്ചു. And when I asked her some questions about her teaching methods, ഇനി ഓരോ ടീച്ചേഴ്സും ഓരോ രീതിയിലാണ്, ഓരോ സ്ട്രാറ്റജി ഉപയോഗിച്ച്, ഓരോ മെത്തേഡ്സ് ഉപയോഗിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ സ്കൂളിലെ ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റി ഞാൻ അവരോട് ചോദിച്ചു. വിച്ച് ഐ ഹാഡ് ഹേർഡ് വെരി സിമ്പിൾ, ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ ടീച്ചിങ് മെത്തേഡ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഷീ സെഡ്, അവരെന്ത് പറഞ്ഞു? വി ടീച്ച് ഓൺലി ദോസ് തിങ്സ് ദാറ്റ് ആർ സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ടു പീപ്പിൾസ്, spelling, adding, subtracting, multiplying, writing, etc. The rest is done by reading to them and giving them interesting tasks. There are practically no other lessons. ഇനി എന്താണ് അവിടുത്തെ പഠന രീതി നോക്കിക്കൊള്ളാം. വി ടീച്ച് ഓൺലി ദോസ് തിങ്സ് ദാറ്റ് ആർ സിമ്പിൾ ആൻഡ് യൂസ്ഫുൾ ടു പീപ്പിൾസ്. അപ്പം ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഇവിടുത്തെ പീപ്പിൾ എന്ന് പറയുന്നത് കുട്ടികൾ എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പോൾ കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ സിമ്പിളും അവർക്ക് ഉപയോഗപ്രദവുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെ കാര്യങ്ങളാണ്? സ്പെല്ലിംഗ്, ആഡിങ്, സബ്ട്രാക്ടിങ്, മൾട്ടിപ്ലൈയിങ്, റൈറ്റിംഗ്. ഇതൊക്കെ ആവശ്യമല്ലേ? എന്താണ്? കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം, എഴുതാൻ പഠിക്കണം. ഇതൊക്കെ ഞങ്ങൾ അവരെ പഠിപ്പിക്കും. ദ റെസ്റ്റ് ഈസ് ഡൺ ബൈ റീഡിങ് ടു ദം. ബാക്കി എന്താ ഞങ്ങൾ ചെയ്യുക? വായിച്ചു കൊടുക്കും അവർക്ക്. ആൻഡ് ഗിവിങ് ദം ഇൻട്രസ്റ്റിംഗ് ടാസ്ക്. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ടാസ്കുകൾ, കുറേ ജോലികൾ, പഠനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ അവർക്ക് കൊടുക്കും. ദർ ആർ പ്രാക്ടിക്കലി നോ അതർ ലെസൺസ്. ഇതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് വലിയ ലെസൺസ് ഇല്ല. ഇത്രയും തന്നെയാണ് ഞങ്ങൾ ചെയ്യാറ്. I have heard so much, I said, about the originality of your system. ഞാൻ നിങ്ങളുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ അല്ലേ, നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഒരു രീതിയുടെ തനിമയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. മിസ് ബീം സ്മൈൽ. ആ ലേഡി ചിരിക്കുന്നു. യെസ്, ഷീ സെഡ്, ഐ ആം കമ്മിങ് ടു ദാറ്റ്. തീർച്ചയായിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഞാൻ അതിലേക്കാണ് വരുന്നത്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞ് വരുന്നത്. The real aim of the school is not to teach thought but thoughtfulness, humanity, kindness and citizenship. That is the deal I have always had. And happily there are parents good enough to trust me to try and put it into practice. Look out of the window a minute, will you? ഇനി എന്താണ്? The real aim of our school The real aim of the school is not to teach thought but thoughtfulness, humanity, kindness and citizenship. ഇനി ഞങ്ങളുടെ ഈ ഒരു സ്കൂളിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ചിന്തിക്കാൻ അല്ലെങ്കിൽ ചിന്തകൾ പഠിപ്പിക്കുക എന്നുള്ളതല്ല, ബട്ട് തോട്ട്ഫുൾനെസ്, ഹ്യൂമാനിറ്റി, കൈൻഡ്നെസ് ആൻഡ് സിറ്റിസൺഷിപ്പ്. പകരം 3-4 കാര്യങ്ങളാണ് ഞങ്ങൾ എയിം ചെയ്യുന്നത്. കുട്ടികളെ കൊണ്ട് അക്യൂർ ചെയ്യിക്കാൻ, കുട്ടികളെ എന്തിന് പ്രാപ്തരാക്കാനാണ്, എന്ത് നേടാനാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? തോട്ട്ഫുൾനെസ്, ഹ്യൂമാനിറ്റി, കൈൻഡ്നെസ് ആൻഡ് സിറ്റിസൺഷിപ്പ്. എന്തൊക്കെയാണ്? മറ്റുള്ളവരുടെ ദുഃഖങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുപോലെ തന്നെ എന്താണ്? മനുഷ്യത്വം, ദയ, അതുപോലെ തന്നെ പൗരധർമ്മം. ഇത്രയും കാര്യങ്ങളാണ് ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഐഡിയൽ ഐ ഹാവ് ഓൾവേസ് ഹാഡ് ആൻഡ് ഹാപ്പിലി ദെയർ ആർ പാരൻസ് ഗുഡ് ഇനഫ് ടു ട്രസ്റ്റ് മീ ടു ട്രൈ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്.
അപ്പോൾ എന്താണ്, എനിക്ക് എന്നും ഉണ്ടായിരുന്ന ഒരു ഡീൽ അത് തന്നെയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ കുട്ടികൾ പഠിക്കണം. ആൻഡ് ഹാപ്പിലി ദർ ആർ പാരൻസ് ഗുഡ് ഇനഫ് ടു ട്രസ്റ്റ് മീ. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം എന്താ, എൻ്റെ ഈ ഒരു രീതിയിൽ അല്ല എൻ്റെ ഈ ഒരു ലക്ഷ്യത്തിൽ ആർക്ക് സന്തോഷമുണ്ട്, എൻ്റെ ഈ ഒരു വേ ഓഫ് ടീച്ചിങ്ങിൽ ആർക്കാണ് ഇഷ്ടം, പാരൻസും വളരെ ഹാപ്പിയാണ്. അവരെന്ത് ചെയ്യുന്നു, ദേ ട്രസ്റ്റ് മീ ടു ട്രൈ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ്. അവർക്കും എന്താണ്, ഇതവർ വിശ്വസിക്കുന്നു. There are parents good enough to trust me to try and put it into practice. അവരെന്ത് ചെയ്യുന്നു, എന്നെ വിശ്വസിക്കുന്നു, അതുപോലെ തന്നെ ഇത് നടപ്പിലാക്കാൻ, ഇത് പ്രാക്ടീസിൽ കൊണ്ടുവരാനും കൂടി അവർ സപ്പോർട്ടാണ്. ലുക്ക് ഔട്ട് ഓഫ് ദി വിൻഡോ എ മിനിറ്റ് വിൽ യു. ഇനി എന്താ ചോദിക്കുന്നത്, നിങ്ങൾ ആ ഒരു വിൻഡോയിലൂടെ ഒരു മിനിറ്റ് പുറത്തേക്ക് നോക്കൂ. വിൽ യു എന്താണ്, ക്വസ്റ്റ്യൻ ടാഗാണ്. അറിയാമോ, ക്വസ്റ്റ്യൻ ടാഗിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, കയറി നോക്കുക അറിഞ്ഞുകൂടാത്തവർ കേട്ടോ. I went to the window which looked out on a large garden and playground at the back. അപ്പം ഞാൻ എങ്ങോട്ട് നോക്കി, വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ ഒരു വലിയ ഗാർഡൻ ഉണ്ട് ആൻഡ് പ്ലേ ഗ്രൗണ്ട് അറ്റ് ദി ബാക്ക്. അതിൻ്റെ ബാക്കിലായിട്ട്, ഗാർഡൻ്റെ ബാക്കിലായിട്ട് എന്തുകൊണ്ട്, ഒരു പ്ലേ ഗ്രൗണ്ടും ഉണ്ട്. വാട്ട് ഡു യു സീ മിസ് ബീം ആസ്ക്ഡ്. അപ്പോൾ എന്താണ് മിസ് ബീം ചോദിക്കുന്നത് എന്നോട്, നിങ്ങൾ എന്താണ് കാണുന്നത്. ഐ സീ സം വെരി ബ്യൂട്ടിഫുൾ ഗ്രൗണ്ട്സ് ഐ സെറ്റ് ആൻഡ് എ ലോട്ട് ഓഫ് ജോളി ചിൽഡ്രൻ. അപ്പം ഞാൻ എന്താ കണ്ടത്, വളരെ വലിയ ഒരു മനോഹരമായ ഗ്രൗണ്ട്, മൈതാനം കണ്ടു. ആൻഡ് എ ലോട്ട് ഓഫ് ജോളി ചിൽഡ്രൻ, വളരെ സന്തോഷവാന്മാരായ കുറേ കുട്ടികളെയും കണ്ടു. ബട്ട് വാട്ട് സർപ്രൈസസ് മീ ആൻഡ് പെയിൻസ് മീ ടു ഇസ് ദാറ്റ് ദേ ആർ നോട്ട് അറ്റ് ഓൾ ഹെൽത്തി ആൻഡ് ആക്റ്റീവ്. പിന്നെ എന്തു സംഭവിച്ചു, ബട്ട് വാട്ട് സർപ്രൈസസ് മീ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് എന്താണ്, ആൻഡ് പെയിൻസ് മീ ടു, അതെന്നെ വേദനിപ്പിക്കുകയും ചെയ്തു, ഇസ് ദാറ്റ് എന്തെന്നാൽ ദേ ആർ നോട്ട് അറ്റ് ഓൾ ഹെൽത്തി ആൻഡ് ആക്റ്റീവ്. ആ കുട്ടികളൊന്നും ഹെൽത്തിയുമല്ല, വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികളും അല്ല. As I came in, I saw one poor little thing being led about because of some trouble with her eyes. അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് ആരെയാണ്, ഒരു കുട്ടിയെ. ആ കുട്ടി എന്തല്ല, ആ കുട്ടിയുടെ കണ്ണിന് പ്രശ്നമുള്ളത് കൊണ്ട് ആ കുട്ടി ആര് ലെഡ് ചെയ്യുന്നു, ആരാണ് ആ കുട്ടിയെ നയിച്ചുകൊണ്ട് വരുന്നത്, വേറൊരു കുട്ടി നയിച്ചുകൊണ്ട് വരുന്നു. ആൻഡ് നൗ ഐ ക്യാൻ സീ 2 more in the same condition. ഇപ്പോൾ എനിക്ക് എന്ത് കാണാം, അതുപോലത്തെ വേറെ 2 കുട്ടികളെയും കൂടി ഞാൻ കണ്ടു. While there is a girl with a crutch just under the window watching the others at play. She seemed to be a hopeless cripple. ഇനി എന്താണ്, and now I can see 2 more in the same condition. ഇനി ഇതേപോലെ ഇതേ കണ്ടീഷനിലുള്ള 2 പേരെ കൂടി എനിക്ക് കാണാം. While there is a girl with a crutch just under the window watching the others at play. ഇനി ഊന്നുവടികൾ, ക്രച്ചസ് ഉണ്ടല്ലോ, അതിൻ്റെ സഹായത്തോടു കൂടി ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു. അവൾ അവിടെ നിന്ന് എന്താ നോക്കുന്നത്, മറ്റു കുട്ടികൾ കളിക്കുന്നതാണ് നോക്കുന്നത്. ഷീ സീംസ് ടു ബി എ ഹോപ്പ്ലെസ് ക്രിപ്പിൾ. അവൾക്ക് എന്താണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാനൊരു മുടന്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല, എൻ്റെ കാല് ശരിയല്ല എന്നുള്ള ചിന്ത. അപ്പം ഞാൻ ഈ കുട്ടികളെ കണക്ക് എനിക്ക് കളിക്കാൻ പറ്റുന്നുണ്ടോ, ഇല്ല. അപ്പം അങ്ങനെ ഒരു കുട്ടിയാണ്, ഒരു മുടന്തി കുട്ടിയാണ് ഞാൻ എന്നുള്ള ചിന്തയാണ് ആ കുട്ടിയുടെ മുഖത്ത് എനിക്ക് കാണാൻ സാധിച്ചത്. മിസ് ബീം ലോഫ്ഡ്. ഓ നോ, ഷീ സെഡ്, ഷീ ഈസ് നോട്ട് ലെയിം റിയലി. ദിസ് ഈസ് ഓൺലി ഹർ ലെയിം ഡേ. നോർ ആർ ദോസ് അതേഴ്സ് ബ്ലൈൻഡ്. ഇറ്റ് ഈസ് ഓൺലി ദെയർ ബ്ലൈൻഡ് ഡേ. അപ്പോൾ എന്താണ്, മിസ് ബീം ലോഫ്ഡ്. ഇതൊക്കെ കേട്ട് മിസ് ബീം എന്ത് ചെയ്തു, ചിരിച്ചു. ഓ നോ, ഷീ സെഡ്, അങ്ങനെയല്ല. ഷീ ഈസ് നോട്ട് ലെയിംഡ് റിയലി. അവൾക്ക് ശരിക്കും അങ്ങനെ ഒരു കുറവുണ്ടോ, ഇല്ല. ദിസ് ഈസ് ഓൺലി ഹർ ലെയിം ഡേ. ഇന്നത്തെ ദിവസം അവൾ അങ്ങനെ നടക്കണം. നോർ ആർ ദോസ് അതേഴ്സ് ബ്ലൈൻഡ്. ഇറ്റ് ഈസ് ഓൺലി ദ ബ്ലൈൻഡ് ഡേ. അതുപോലെ തന്നെയാണ് ആ മറ്റ് കണ്ണുകെട്ടി നടക്കുന്ന കുട്ടി ബ്ലൈൻഡ് ആണോ, അല്ല. അന്ന് അവരുടെ ബ്ലൈൻഡ് ഡേ ആണ്. അന്ന് അവരെങ്ങനെ നടക്കണം, ഇങ്ങനെ കണ്ണ് കെട്ടി നടക്കണം. അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് താഴോട്ട് ഉണ്ടാകും, നമുക്ക് നോക്കാം. I must have looked very much astonished, for she laughed again. ഞാനിത് കേട്ട് ഭയങ്കര അത്ഭുതപ്പെട്ട് നിൽക്കുകയാണെന്ന് ആ ലേഡിക്ക്, ആരാണ്, മിസ് ബീമിന് മനസ്സിലായി. അതുകൊണ്ട് അവർ വീണ്ടും ഉറക്കെ ചിരിക്കുകയാണ്. There you have an essential part of our system in a nutshell. In order to get these young minds to appreciate and understand misfortune, we make them share in misfortune too. In the course of the term, every child has one blind day,
one lame day, one deaf day, and one dumb day. During the blind day, their eyes are bandaged, and it is a point of honor not to peep. The bandage is put on overnight. They wake up blind. This means that they need assistance in everything, and other children are told to help them and lead them about. It is educative to both of them, the blind and the helpers. ഒരു വലിയ പാരഗ്രാഫാണല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം നോക്കിക്കോളുക. There you have an essential part of our system in a nutshell. ഞങ്ങളുടെ ഈ ഒരു പദ്ധതി അല്ലേ, അവർ കുറേ പ്ലാനിങ് ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണെന്ന് പറഞ്ഞില്ലേ. അപ്പം അതിൻ്റെ ഒരു ചെറിയ രൂപമാണ്, അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഒരു കവചത്തിനകത്തിരിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിൻ്റെ എന്താ ഒരു സാരഭാഗം അല്ലേ, അല്ലെങ്കിൽ രത്ന ചുരുക്കമാണ് നിങ്ങൾ കാണുന്നത്. In order to get these young minds to appreciate and understand misfortune, ഇല്ലേ, കുറേ ജീവിതമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, കുറേ മിസ്ഫോർച്യൂൺ ഉള്ളത്, നിർഭാഗ്യമായിട്ടുള്ള കുറേയേറെ ജീവിതങ്ങൾ നമ്മുടെ മുന്നിൽ നമ്മൾ കാണാറില്ലേ. എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളുള്ളത് അല്ലെങ്കിൽ കഷ്ടപ്പാടുള്ള ഇങ്ങനെയുള്ള ജീവിതങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം, നേരിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അവരെയും എന്താക്കുന്നത്, ഇതുപോലെ ഒരു ദിവസം മിസ്ഫോർച്യൂൺ ആക്കുന്നത്. ഒരു ദിവസമല്ല, ഒരുപാട് ദിവസം, ഓരോ രീതിയിലുള്ള മിസ്ഫോർച്യൂണും ഓരോ ദിവസവും അവർ കുട്ടികളെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിക്കും. ഇൻ ദി കോഴ്സ് ഓഫ് ദി ടേം എവറി ചൈൽഡ് ഹാസ് വൺ ബ്ലൈൻഡ് ഡേ. ഈ ഒരു കോഴ്സിൽ എല്ലാ കുട്ടികൾക്കും ഒരു കണ്ണു കാണാൻ പറ്റിയ ദിവസം അല്ലേ, അന്ധമായിട്ടുള്ള ഒരു ദിവസം ഉണ്ടാകും. വൺ ലെയിം ഡേ, വൺ ഡെഫ് ഡേ ആൻഡ് വൺ ഡം ഡേ. അതുപോലെ തന്നെ എന്താ, ഒരു മുടന്ത് ദിവസം ഉണ്ടാകും. അതുപോലെ ഒരു ചെവി കേൾക്കാൻ പറ്റാത്ത ഒരു ദിവസം, സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും. During the blind day, their eyes are bandaged. കണ്ണ് കാണാൻ പറ്റില്ല എന്നുള്ള ദിവസമില്ലേ, അന്ന് അവരുടെ കണ്ണുകൾ മൂടക്കെട്ടും. ആൻഡ് ഇറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ഓണർ ടു പീപ്പ്. എന്താണ്, നമ്മൾ കണ്ണ് കെട്ടി കളിക്കും അല്ലേ, മറ്റുള്ളവരെ കണ്ടെത്തണം എന്നുള്ള കളി കളിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലും ഒരു ദ്വാരം കണ്ടു വെച്ചിരിക്കും ഒളിഞ്ഞു നോക്കാനായിട്ട്. അതുപോലെ ഇവിടെ എന്താണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും ഒരു ചെറിയ ഹോൾ കൂടെ ഒളിഞ്ഞു നോക്കാൻ പോലും പാടില്ല എന്ന് ഇവിടെ നിയമം ഉണ്ട്. The bandage is put on overnight. They wake up blind. രാത്രി മുഴുവനും അതുണ്ടാകും, ഉറക്കം എഴുന്നേൽക്കുന്നതും ബ്ലൈൻഡ് ആയിട്ടായിരിക്കും. This means that they need assistance in everything. അതിൻ്റെ അർത്ഥം എന്താണ്, എല്ലാ കാര്യത്തിനും അവർക്കൊരു സഹായിയെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. And other children are told to help them and lead them about. അതുപോലെ മറ്റു കുട്ടികളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ ദിവസം അവരെ നല്ല രീതിയിൽ സഹായിക്കണം, അവരെ നിയന്ത്രിച്ച് അവരെ കൂടെ അവരെ നയിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് എഡ്യൂക്കേറ്റീവ് ടു ബോത്ത് ഓഫ് ദം. അത് രണ്ടു പേർക്കും എന്താണ്, എഡ്യൂക്കേറ്റീവാണ്. വഴിയിലൊരു കണ്ണു കാണാൻ എത്ര ആൾ നിന്നാൽ നമ്മൾ എത്ര പേര് സഹായിക്കാൻ പോകും, ഇല്ല, ഒരുപാട് പേര്. അയാളിങ്ങനെ നിന്ന് ഏതെങ്കിലും ഒരാൾക്കായിരിക്കും മനസ്സ് തോന്നുന്നത്. അപ്പം അയാൾക്ക് എത്തേണ്ടടുത്ത് ചിലർ കൊണ്ടെത്തിക്കും. ആ കണ്ണ് കാണാൻ വയ്യാത്ത ആൾക്കും അയാളെ സഹായിച്ച ആൾക്കും ഒരുപോലെ ഇത് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ അങ്ങനെയാണ്. കണ്ണ് കാണാൻ വയ്യാത്ത ഒരു കുട്ടിയുടെ കാര്യങ്ങൾ അയാൾ എന്ത് സഹായം ചോദിച്ചാലും ചെയ്തു കൊടുക്കണം എന്നുള്ളത് ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു പാഠമാണ് അല്ലേ. കണ്ണ് കാണാൻ വയ്യാതിരിക്കുന്ന ആൾക്കോ ഒരു അന്ധൻ്റെ ഒരു ജീവിതം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടോ, ഇല്ല. Everyone is very kind, Miss Beam continued, and it is really something of a joke, although of course before the day is over the reality of the disability becomes clear even to the least thoughtful. The blind day is of course really the worst, but some of the children tell me that the dumb day is the most frightening. There of course the child must use willpower only because the mouth is not bandaged. But come down into the garden and see for yourself how the children like it. എന്താണ്, ഇതും കുറച്ച് വലിയ പാരഗ്രാഫാണ് അല്ലേ. ഒന്ന് നോക്കിക്കേ. എവ്രി വൺ ഈസ് വെരി കൈൻഡ്. എല്ലാവരും വളരെ ദയവുള്ളവരാണ്, വളരെ കൈൻഡ് ആയിട്ടുള്ളവർ ആണ്. മിസ് ബീം കണ്ടിന്യൂ. മിസ് ബീം പറയുകയാണ്, ആൻഡ് ഇറ്റ് ഈസ് റിയലി സംതിങ് ഓഫ് എ ജോക്ക്. ഇനി എന്താണ്, വാസ്തവത്തിൽ ഇതൊരു തമാശ നിറഞ്ഞൊരു കളിയാണ്. Although of course before the day is over the reality of the disability becomes clear even to the least thoughtful. ഇനി എന്താണ്, എന്നാലും ഒരു ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കുന്നുണ്ട്, ഏറ്റവും കുറഞ്ഞ ചിന്തിക്കാൻ കഴിവുള്ളവരില്ലേ, വളരെ കുറച്ച് ചിന്തകൾ മാത്രമുള്ളവർക്ക് പോലും
ഈ ശാരീരിക വൈകല്യമുള്ള ആൾക്കാർ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് എന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The blind day is of course really the worst. ബ്ലൈൻഡ് ഡേ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു ദിവസം ബ്ലൈൻഡ് ഡേ ആണ്, ഏറ്റവും ദുസ്സഹമായ ദിവസമാണ്. But some of the children tell me that the dumb day is not is most frightening. കുറേ കുട്ടികൾ വന്ന് എന്താ പറയുന്നത്, ഏറ്റവും പാട് ഏത് ദിവസമാണ്, മിണ്ടാതിരിക്കാൻ പറയുന്ന ദിവസമാണ് ഏറ്റവും പാടെന്ന് കുറേ കുട്ടികൾ വന്ന് പറയുന്നത്. എന്താ കാര്യം, അവരെ കൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റൂല, എപ്പോഴും ഇങ്ങനെ ചിലച്ചുകൊണ്ടേയിരിക്കും ചില കുട്ടികൾ അല്ലേ, ഒന്നും മിണ്ടാതിരിക്കില്ല, എപ്പോഴും സംസാരമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. They are, of course, the child must use willpower only because the mouth is not bandaged. കാര്യം എന്താ, അന്നത്തെ ദിവസം ഇവരുടെ വായൊന്നും മൂടിക്കെട്ടില്ല. ബ്ലൈൻഡ് ഡേയുടെ അന്ന് മാത്രമേ കണ്ണ് മൂടിക്കെട്ടൂ. അല്ലാതെ മിണ്ടാൻ പറ്റാത്ത ദിവസം വാ മൂടിക്കെട്ടിയിരിക്കില്ല. മിണ്ടരുത്, അത് അവരുടെ വിൽപ്പവറാണ്, അവർ നിയന്ത്രിക്കണം. ഇന്ന് ഞാൻ മിണ്ടാൻ പാടില്ല, മിണ്ടാനേ പാടില്ല, അത് അവരുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് മിക്കവാറും പേർക്ക് ബുദ്ധിമുട്ട്. But come down into the garden and see for yourself how the children like it. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ ഗാർഡനിലേക്ക് ഇറങ്ങി വരൂ. അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഇഷ്ടമാവുന്നത് എന്ന് നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാം. Miss Beam led me to one of the bandaged girls, a little merry thing. Here is a gentleman come to talk to you, said Miss Beam and left us. Miss Beam led me to one of the bandaged girls, a little merry thing. വളരെ സന്തോഷവതിയായ എന്നാൽ കണ്ണു മൂടി കെട്ടിയിരിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തേക്ക് എന്നെ അവരെ കൊണ്ടുപോയി, മിസ് ബീം കൊണ്ടുപോയി. Here is a gentleman come to talk to you, said Miss Beam and left us. അപ്പം മിസ് ബീം വന്ന കുട്ടിയോട് എന്ത് പറയുന്നു, നിങ്ങളോട് സംസാരിക്കാൻ ഒരു ജെന്റിൽമാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ആ കുട്ടിയുടെ അടുത്താക്കിയിട്ട് അവർ പോയി. Don't you ever peep? I asked by way of an opening. ആദ്യം തന്നെ എന്താ ചോദിച്ചത്, നീ എപ്പോഴെങ്കിലും ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ? No, oh no, she exclaimed. That would be cheating, but I had no idea it was so awful to be blind. You can't see a thing. One feels one is going to be hit by something every moment. Sitting down is such a relief. Oh no, she exclaimed. അവൾ അത്ഭുതപ്പെട്ടു. എന്താ പറയുന്നത്, അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. That would be cheating. അത് ഏകദേശം ചതിയാണല്ലേ, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യണം ഒരു റൂള് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്ക് കള്ളത്തരം കാണിക്കുന്നു, അത് ചീറ്റിംഗ് അല്ലേ, അപ്പം അത് ഞാൻ ചെയ്യില്ല. ബട്ട് ഐ ഹാഡ് നോ ഐഡിയ ഇറ്റ് വാസ് സോ ഓഫുൾ ടു ബി ബ്ലൈൻഡ്. പക്ഷേ കണ്ണ് കാണാൻ വയ്യാതിരിക്കുന്നത് ഇത്രയും ദാരുണമായ ദുരിതപൂർണമായ ഒരു കാര്യമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. യു ക്യാൻ സീ എ തിങ്, ഞങ്ങൾക്കൊന്നും കാണാൻ സാധിക്കില്ല. വൺ ഫീൽസ് വൺ ഈസ് ഗോയിങ് ടു ബി ഹിറ്റ് ബൈ സംതിങ് എവറി മൊമെൻറ്റ്. നമുക്ക് എപ്പോഴും എന്ത് തോന്നും, നമ്മളെ ആരെങ്കിലും വന്ന് ഇടിക്കാൻ വരുന്നതായിട്ട് തട്ടുന്നതായിട്ട് നമുക്കെപ്പോഴും ഇങ്ങനെ ഓരോ മൊമെൻറ്റിലും നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. എന്താ, ഓരോ നിമിഷവും നമ്മളെ എന്തോ വന്നിടിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഇടിക്കുന്നു അല്ലെങ്കിൽ തട്ടുന്നു എന്ന് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. സിറ്റിംഗ് ഡൗൺ ഈസ് സച്ച് എ റിലീഫ്. പക്ഷേ എവിടെയെങ്കിലും ഇരിക്കുന്നത് നമുക്ക് കുറച്ച് റിലീഫാണ്, ഒരു ആശ്വാസം ആണ്. ആർ യുവർ ഗൈഡ്സ് കൈൻഡ് ടു യു, ഐ ആസ്ക്ഡ്. ഇപ്പോൾ എന്താണ്, ആ കുട്ടി കുറേ ഗൈഡ്സ് ഉണ്ട്. എന്താ ഗൈഡ്സ് എന്ന് പറഞ്ഞാൽ, ആ കുട്ടിയുടെ കൂടെ ആ കുട്ടിയെ സഹായിക്കാൻ, ആ കുട്ടിയെ നയിക്കാനായിട്ട് കുറേ ആൾക്കാരെ ഇടപാട് ചെയ്തിട്ടില്ലേ, അവരാണ് ഗൈഡ്സ്. അപ്പം അവരൊക്കെ നിൻ്റെ അടുത്ത് ഭയങ്കര നല്ല രീതിയിലാണോ, നല്ല ദയോടെയാണോ പെരുമാറുന്നത്? പ്രെറ്റി ഗുഡ്, നോട്ട് as careful as I should be when it is my turn. Those that have been blind already are the best. It is terrible not to see. I wish you would try. അപ്പോൾ എന്താ ചോദിക്കുന്നത്, അപ്പോൾ എന്താ മറുപടി പറയുന്നത്, നിങ്ങളുടെ ഗൈഡ്സൊക്കെ നിന്നോട് നല്ല സ്നേഹമാണോ ദയാണോ എന്ന് ചോദിച്ചില്ലേ. എന്താ, പ്രെറ്റി ഗുഡ്, അവരൊക്കെ നല്ല തന്നെ. നോട്ട് as careful as I should be when it is my turn. പക്ഷേ എനിക്കൊരു ടേൺ വരില്ലേ, ഞാൻ ഏതെങ്കിലും ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുടെ ഗൈഡായിട്ട് ഞാനും വരില്ലേ, ആ സമയത്ത് ഞാൻ അവരെ എങ്ങനെയാണോ നോക്കുന്നത് അത്രയും നല്ല രീതിയിലൊന്നും അല്ല ഇവരെന്നെ നോക്കുന്നത്. ദോസ് ദാറ്റ് ഹാവ് ബീൻ ബ്ലൈൻഡ് ഓൾറെഡി ആർ ദ ബെസ്റ്റ്. എന്താണ്, നേരത്തെ തന്നെ, അതായത് ഇപ്പം നമുക്ക് കിട്ടുന്ന ഒരാളെ നേരത്തെ അവരൊരു ദിവസം ഈ ബ്ലൈൻഡ് ഡേ എന്താണ് എന്ന് അനുഭവിച്ചവരാണെങ്കിൽ അവരായിരിക്കും എപ്പോഴും നല്ല ബെസ്റ്റ് ഗൈഡ് എന്ന് ഈ കുട്ടി പറയുന്നു. ഇറ്റ് ഈസ് ടെറിബിൾ നോട്ട് ടു സീ. ഐ വിഷ് യു വുഡ് ട്രൈ. കണ്ണ് കാണാൻ വയ്യാത്തത് ഭയങ്കര ടെറിബിളായിട്ടുള്ള ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളും ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണെന്നാണ്. ഷോൾ ഐ ലീഡ് യു എനിവെയർ, ഐ ആസ്ക്ഡ്. പിന്നെ എന്താ ചോദിക്കുന്നത്, അയാൾ നിന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും
ലീഡ് ചെയ്തുകൊണ്ട് പോകണോ, നിന്നെ എങ്ങോട്ടെങ്കിലും ഞാൻ കൊണ്ടുപോകണോ എന്ന് ചോദിക്കുന്നു. ഓ യെസ് ഷീ സെഡ്, ഓ തീർച്ചയായും വേണം. ലെറ്റ് us ഗോ ഫോർ എ ലിറ്റിൽ വാക്ക്, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് നടക്കാനായിട്ട് പോകാം. ഓൺലി യു മസ്റ്റ് ടെൽ മീ അബൌട്ട് തിങ്സ്, ഐ ഷോൾ ബി സോ ഗ്ലാഡ് വെൻ ടുഡേ ഈസ് ഓവർ. നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ വസ്തുക്കളെക്കുറിച്ച് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതി. ഞാൻ എന്ത് ചെയ്യും, ഇന്നത്തെ ദിവസം കഴിയുമ്പോഴാണ് ഏറ്റവും സന്തോഷവതിയാകുക. The other bad days can't be half as bad as this. ഇനിയും ബാഡ് ഡേയ്സ് ഉണ്ടല്ലേ, ഡംബ് ഉണ്ട്, അതുപോലെ തന്നെ ഡഫ് ഉണ്ട്, അതുപോലെ എന്താ മുടന്തിയായിട്ട് നമ്മൾ നടക്കണമെന്ന് പറയുന്നില്ലേ, അങ്ങനെയുള്ള ലെയിം ഡേ, ഇതുപോലെയുള്ള ഡേ ഒന്നും ഇത്രയും ബുദ്ധിമുട്ടുള്ളതല്ല. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഡേ ആണ് ഇന്നത്തേത്. Having a leg tied up and hopping about on a crutch is most fun, I guess. ഇനി എന്താ, ഒരു കാലില്ലാത്തതുപോലെ അതിങ്ങനെ കെട്ടിവെച്ച് ഒരു ക്രച്ചറിൽ ഊന്നുവടിയൊക്കെ പിടിച്ചിങ്ങനെ നടന്നു പോകുന്നത് ഒരു പക്ഷേ എന്താണ്, കുറച്ച് ഫണ്ണുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കുറച്ച് തമാശയാണെന്നാണ് തോന്നുന്നത്. ഹാവിങ് എൻ ആം ടൈഡ് അപ്പ് ഈസ് എ ലിറ്റിൽ മോർ ട്രബിൾസം because you have to get your food cut up for you and so on, but it doesn't really matter. And as for being deaf for a day, I shan't mind that, at least not much. Having an arm tied up is a little more troublesome. ഇനി എന്താ, ഒരു കൈ ഇതുപോലെ കെട്ടിവെച്ച് ഒറ്റക്കൈയായിട്ട് നമ്മളിങ്ങനെ നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്താ, because you have to get your food cut up for you and so on. നമ്മൾ ഭക്ഷണമൊക്കെ മുറിച്ചൊക്കെ കഴിക്കണ്ടേ, അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. but it doesn't really matter. പക്ഷെ അത് എന്ത് ചെയ്യില്ല, പക്ഷെ അതൊന്നും സാരമില്ലെന്നാണ് പറയുന്നത്. And as for being deaf for a day, I shan't mind that, at least not much. എന്താണ്, ഇനി ഒരു ദിവസം ചെവി കേൾക്കാൻ വയ്യാതിരിക്കുന്നത് അത് എനിക്കൊരു വിഷയമേ അല്ല എന്നാണ് പറയുന്നത്. But being blind is so frightening. പക്ഷെ കണ്ണ് കാണാൻ വയ്യാതിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ട്, പേടിപ്പെടുത്തുന്ന ഭീകരമായ കാര്യമാണ്. My head aches all the time just from avoiding things that probably aren't there. അപ്പോൾ എനിക്കെപ്പോഴും തലവേദന ഉണ്ടാവും. എന്താ കാര്യം, ഞാൻ നടക്കുമ്പോഴൊക്കെ എന്തോ നമ്മുടെ ഫ്രണ്ടിലുണ്ട്, അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട് എനിക്ക് എപ്പോഴും തലവേദനയൊക്കെയാണ്. Where are we now? ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? In the playground, I said, going towards the house. ഇപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? പ്ലേ ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത്, വീടിനടുത്തേക്ക് നടക്കുന്നു. Miss Beam is walking up and down the terrace with a tall girl. മിസ് ബീം ഇനി ആരുടെ കൂടെ, ടെറസിൻ്റെ മുകളിൽ ഒരു നീളമുള്ള പെൺകുട്ടിയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. വാട്ട് ഹാസ് ദ ഗേൾ ഗോട്ട് ഓൺ, മൈ കമ്പാനിയൻ ആസ്ക്ഡ് മീ. അപ്പോൾ ആ ഗേൾ എന്ത് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്? എ ബ്ലൂ സ്കേർട്ട് ആൻഡ് എ പിങ്ക് ബ്ലൗസ്. ബ്ലൂ സ്കേർട്ടും പിങ്ക് കളർ ബ്ലൗസുമാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് മിലി, ഷീ സെഡ്. വാട്ട് കളർ ഈസ് ഹർ ഹെയർ? എനിക്ക് തോന്നുന്നത് അത് മിലി ആണെന്നാണ്. ഇനി എന്താ ചോദിക്കുന്നത്, എന്താണ് അവളുടെ ഹെയറിൻ്റെ കളർ എന്ന് ചോദിക്കുന്നു, മുടിയുടെ കളർ. വെരി ലൈറ്റ്, വളരെ ലൈറ്റ് കളറാണ് എന്ന് പറയുന്നു. എന്ന് പറയുന്നത് എന്താ, ചെമ്പൻ മുടി എന്ന് പറയില്ലേ, നല്ല കറുപ്പല്ല, ചെമ്പൻ മുടിയാണ് എന്ന് പറയുന്നു. യെസ് ദാറ്റ്സ് മില്ലി. അപ്പോൾ അത് മില്ലി തന്നെ ആണ്. ഷീ ഈസ് ദ ഹെഡ് ഗേൾ. മില്ലി ആരാണ്? സ്കൂളിൻ്റെ ഹെഡ് ഗേൾ, നമ്മൾ സ്കൂൾ ലീഡർ എന്ന് പറയില്ലേ അത്. ഷീ ഈസ് വെരി ഡീസൻറ്റ്. നമ്മൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. There is an old man tying up roses. ഇനി ആരാണ്? ഒരു പ്രായമുള്ള ആൾ റോസകൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കെട്ടുന്നു. I said, ഞാൻ പറഞ്ഞു. യെസ് ദാറ്റ് ഈസ് പീറ്റർ. അതാരാണ്? പീറ്റർ ആണ്. ഹീ ഈസ് ദ ഗാർഡനർ. അതാണ് ഇവിടുത്തെ തോട്ടക്കാരൻ. ഹീ ഈസ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഓൾഡ്. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ട്? 100 വയസ്സെങ്കിലും പ്രായം ഉണ്ട്. And here comes a dark girl in red on crutches. ഇനി ആര് വരുന്നു? കുറച്ച് ഇരുണ്ട് നിറമുള്ള ഒരു കുട്ടി ആ ഊന്നുപിടിയൊക്കെ പിടിച്ച് വരുന്നു. യെസ് ഷീ സെഡ്, ദാറ്റ് ഈസ് ബെറിൽ. അതാരാണ്? ബെറിലാണ് അത്. And so we walked on, and in guiding this little girl about, I discovered that I was many times more thoughtful already than usual. I also realized that having to describe the surroundings to another makes them more interesting. And so we walked on. അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടേയിരുന്നു. And in guiding this little girl about, I discovered that. ഇനി എന്താ, ഈ പെൺകുട്ടിയെ ഇങ്ങനെ നയിച്ചുകൊണ്ട് നടന്ന സമയത്ത് എനിക്ക് എന്ത് മനസ്സിലായി? I was many times more thoughtful already than usual.
സാധാരണ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചിന്തിച്ചു എന്നെനിക്ക് മനസ്സിലായി. I also realized that having to describe the surroundings to another makes them more interesting. പിന്നെ എനിക്ക് എന്ത് മനസ്സിലായി, മറ്റുള്ള ആൾക്കാരടുത്ത് ഓരോരുത്തരടുത്തും അവരുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വിശദമായി അവരടുത്ത് ഇങ്ങനെ വിവരിച്ചു പറഞ്ഞാൽ അത് അവരെ കൂടുതൽ സന്തോഷിപ്പിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. When Miss Beam came to release me, I was so sorry to go. I walked back to the town murmuring incorrectly as ever the lines. Can I see another's woe and not share their sorrow too? Oh no, never can it be, never, never can it be. എന്താണ് ഇനി മിസ് ബീം അദ്ദേഹത്തെ യാത്ര അയക്കാനായിട്ട് താഴേക്ക് വരും അല്ലേ, എനിക്ക് തിരിച്ചു പോകണം എന്നുള്ള സമയമായില്ലേ. അപ്പോൾ പോകാനായിട്ട് വന്നപ്പോൾ ഐ വാസ് സോറി ടു ഗോ, എനിക്ക് പോകണമെന്നില്ലായിരുന്നു. ഐ വോക്ക്ഡ് ബാക്ക് ടു ദി ടൗൺ മർമറിങ്, ഞാൻ തിരിച്ചു പോകുമ്പോൾ ഏതോ ഒരു പാട്ടിങ്ങനെ പുറക്കുന്നുണ്ട്. ഏത് ലൈൻസ് ആയിരുന്നു അത്? ക്യാൻ ഐ സീ അനദേഴ്സ് വോ, എന്താ മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ എനിക്ക് കാണാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങൾ. നോട്ട് ഷെയർ ദിയർ സോറോ ടു, അവരുടെ വിഷമങ്ങൾ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ, പങ്കുവയ്ക്കാൻ പറ്റുമോ? ഓ നോ, നെവർ ക്യാൻ ഇറ്റ് ബി, സാധിക്കില്ല, മിക്കവാറും അത് എനിക്ക് കഴിയില്ല. നെവർ നെവർ ക്യാൻ ഇറ്റ് ബി, ഒരിക്കലും എനിക്കതിന് കഴിയില്ല എന്നിങ്ങനെ പുറത്തുകൊണ്ട് പാടിക്കൊണ്ട് ഞാനങ്ങ് പോയി. ഇത്രയുമുള്ളൂ ഈ ഒരു ചാപ്റ്റർ. വളരെ രസകരമായ രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ അല്ലേ. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അതിൻ്റെ എന്താണ് കണ്ടൻറ് എന്താണ്, അതിന് നിങ്ങൾക്ക് തരുന്ന ഒരു വലിയ പാഠമുണ്ട്. എന്താണ്? മറ്റുള്ളവരെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ദിവസമെങ്കിലും നമ്മളതൊന്ന് അനുഭവിക്കണം അല്ലേ. നമ്മൾ കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുമോ? പുറമേ നോക്കുമ്പോൾ അവർക്ക് കണ്ണ് കാണില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട്, പക്ഷെ അവരനുഭവിക്കുന്ന ഓരോ ദിവസവും ഓരോ കാര്യത്തിലും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ എന്താ ചെയ്തു? ഒരു ദിവസം അവരെങ്ങനെയാണോ അങ്ങനെയൊന്ന് പരിശീലിച്ചു അല്ലേ, അവരെങ്ങനെയാണോ ആ രീതിയിലൊന്ന് ജീവിച്ചു. അപ്പോഴേക്കുമാണ് അത് എത്രത്തോളം ദുസ്സഹമാണ് എന്ന് മനസ്സിലായത് അല്ലേ. ഇവിടെ പറയുന്ന ഈ കാര്യം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പാഠമായിരിക്കട്ടെ ജീവിതത്തിൽ. ഓരോരുത്തരുടെയും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുക, പറ്റുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കുക. നമ്മൾക്ക് ദൈവം ഭൂമിയിൽ തന്നിരിക്കുന്ന ഈ ഒരു ജീവിതം എന്താ, നമ്മളുടെ ഒരു ദുർവാശിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥതയുടെ പുറത്ത് നശിപ്പിച്ച് കളയരുത്. നമ്മളെ കൊണ്ടൊക്കുന്ന ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊക്കെ ജീവിച്ചിരുന്നു എന്ന് ലോകം ഒന്ന് അറിയണ്ടേ. ജനിച്ചു മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ നമ്മളൊരാൾക്കൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളതോ. ചിലർക്ക് എന്തായിരിക്കും അത് പുറം ലോകം അറിയാൻ ആഗ്രഹം കാണില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മുടെ മനസാക്ഷിയുടെ മുന്നിൽ നമ്മൾക്ക് എന്ത് പറയാം, ഞാൻ ആരെങ്കിലും സഹായിച്ചു എന്ന് നമ്മുടെ മനസാക്ഷിയെ മാത്രം ബോധിപ്പിക്കുക. ചിലരങ്ങനെയാണ്, ചിലർക്ക് അങ്ങനെയല്ല. നമ്മൾ ജീവിച്ചു, നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും ഈ ഭൂമിക്ക് വേണ്ടി ചെയ്തു എന്ന് അറിയണം. നമ്മളുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയും, അതിവിടെ എന്താണ് ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ട് പോകണമെന്ന് ആഗ്രഹിക്കും ചിലർ. അപ്പോൾ എങ്ങനെയാണെങ്കിലും എന്താണ് എപ്പോഴും മറ്റുള്ള സഹജീവികളോട് വളരെ സ്നേഹത്തോടും ദയോടും കൂടി പെരുമാറാൻ പഠിക്കുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ജീവിക്കാൻ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരെ നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഇത് പഠിച്ചതിന് ശേഷം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.